അധിനിവേശം അവസാനിച്ചിട്ടും കൊളോണിയൽ ആശയങ്ങളും വിചാരരീതികളും നമ്മെ ഭരിക്കുകയാണെന്ന് എം.എൻ. കാരശ്ശേരി. വടകര സാഹിത്യവേദി സംഘടിപ്പിച്ച സി.പി. ശിവദാസൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. അധിനിവേശം അവസാനിച്ചിട്ടും കൊളോണിയൽ ആശയങ്ങളും വിചാരരീതികളും നമ്മെ ഭരിക്കുകയാണെന്ന് എം.എൻ. കാരശ്ശേരി. ആധുനിക നിരൂപകർ യൂറോപ്യൻ ആശയങ്ങളെ മനസ്സിലാക്കാത്ത ഭാഷയിൽ അവതരിപ്പിച്ചത് വായനക്കാരെ വിമർശന കലയിൽ നിന്ന് അകറ്റാൻ കാരണമായെന്നും അദ്ദേഹം പറഞ്ഞു. അധിനിവേശത്തിന്റെ അടയാളങ്ങൾ സാഹിത്യ ഭാവനയിൽ എങ്ങനെ ഇടപെടുന്നു എന്ന അന്വേഷണമാണ് ഇ.വി. രാമകൃഷ്ണന്റെ വിമർശനങ്ങളെ പ്രസക്തമാക്കുന്നത്. ഏകശിലാരൂപമായ ദേശഭാവനയ്ക്കു പകരം നാനാത്വത്തെ അന്വേഷിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വിമർശന രീതി. വടകര സാഹിത്യവേദി സംഘടിപ്പിച്ച സി.പി. ശിവദാസൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് നമ്മുടെ കവിതയ്ക്കും കഥയ്ക്കും പത്രപ്രവർത്തനത്തിനൊക്കെ ബാധകമാണ്. പക്ഷെ എൻ്റെ അറിവിൽ ഇത് നിരൂപണത്തിന് ബാധകമല്ല. നമ്മുടെ നിരൂപന്മാർക്ക് നാട്ടിൽ തന്നെയുള്ള ആൾക്കാരാണ്. അപ്പോൾ കേസരി, മുണ്ടശ്ശേരി, മാരാര്, അഴീക്കോട് മാഷ്, ഗുപ്തൻ നായർ, എം.പി. പോള്, സി.ജെ. തോമസ്, പി.കെ. ബാലകൃഷ്ണൻ, നിങ്ങൾ ആരെടുത്തു? അവരൊക്കെ അവിടെ തന്നെ. അപ്പൊ ഇവിടുന്ന് പുറത്ത് കിടക്കുന്ന ഒരു നിരൂപനെ കൊണ്ട് നമുക്കൊരാവശ്യം ഉണ്ടായിരുന്നു. നമുക്കെന്ന് പറഞ്ഞാല് മലയാള സാഹിത്യം അത് നിർവഹിച്ച ആളായിട്ടാണ് ഞാൻ രാമകൃഷ്ണനെ കാണുന്നത്. കാരണം എന്താണ് കേരളത്തിന്റെ സ്ഥിതി, മലയാള സാഹിത്യത്തിന്റെ സ്ഥിതി എന്ന് ഇതിനകത്ത് നിന്നല്ലാതെ പുറമേ നിന്ന് നോക്കണം. നിങ്ങൾ വെള്ളത്തിനകത്തിരിക്കുമ്പോൾ കാണുന്നു, പുറത്ത്. അപ്പോ രാമകൃഷ്ണൻ ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് ചോദിച്ചു, കേരളത്തിൽ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നു ഇത് പേരെന്ന് പറയുന്നു, ബാക്കിയൊക്കെ കേരളത്തിന് പുറത്താണ്. ഒന്നാമത് അദ്ദേഹത്തിന്റെ വിഷയം ഇംഗ്ലീഷാണ്. ആ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പിന്നെ എവിടെയും പോവാം. ആദ്യം അദ്ദേഹം അന്ന് സീഫൽ എന്നും ഇന്ന് ഈഫുൾ എന്നും പറയുന്ന ടാർമാക്കൽ ഹൈദരാബാദ് സ്ഥാപനത്തിലുണ്ടായിരുന്നു. പിന്നെയാണ് ഗുജറാത്തിൽ. ബിന്ദുവിനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ നിരൂപണത്തിന്റെ കാര്യം അല്ലേ പറഞ്ഞത്. നമ്മുടെ മലയാള നിരൂപണ സാഹിത്യത്തിന് കിട്ടിയ ഒരു വലിയ കാര്യം നമ്മുടെ പേഴ്സ്പെക്റ്റീവ് മാറും. കാലം കൊണ്ട് അടയാളപ്പെടുത്തുമ്പോൾ ഇന്ന് കുട്ടികൾ പറയുന്ന ഒരു വാക്ക് ആധുനികാനന്തര സാഹിത്യ നിരൂപണത്തിൽ വരുന്ന ഒരാളാണ് രാമകൃഷ്ണൻ. അപ്പോൾ ആധുനികത എങ്ങനെയാണ് വന്നത്, അതിന്റെ ഗുണദോഷങ്ങൾ എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വരുന്നത്. അതില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആധുനികതയെ സാധാരണ തരത്തിൽ വിമർശിക്കുന്ന രീതിയല്ല അദ്ദേഹത്തിനുള്ളത്. അതെങ്ങനെയാണ് രൂപപ്പെട്ടത്, അതിന്റെ ചരിത്രം എന്താണ്, അതിന്റെ സാമൂഹ്യ ശാസ്ത്രം എന്താണ്, അതിന്റെ സന്ദർഭം എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ. അങ്ങനെ നേരത്തെ ആലോചിക്കുന്ന ഒരാള് എൻ്റെ ഓർമ്മയിൽ പി.കെ. ബാലകൃഷ്ണൻ. അപ്പൊ ചന്തുമേനെ പറ്റി രണ്ടാളും മികച്ച നിരൂപണ കൃതിക്ക് ഏർപ്പെടുത്തിയ സി.പി. ശിവദാസൻ പുരസ്കാരം ഇ.വി. രാമകൃഷ്ണന് അദ്ദേഹം സമ്മാനിച്ചു. പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് ഭാഷ ഒരു പ്രവാഹമാണെന്നും കലർപ്പുകളുടെ വൈവിധ്യമാണ് അതിനെ ചലിപ്പിക്കുന്നതെന്നും ഇ.വി. രാമകൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യ ജ്ഞാനവ്യവസ്ഥയെ മഹത്വവൽക്കരിക്കുന്നവർ ഈ വൈവിധ്യങ്ങളെ തമസ്കരിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വീരാൻകുട്ടി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഡോക്ടർ കെ.എം. ഭരതൻ അവാർഡ് കൃതി പരിചയപ്പെടുത്തി. പി.പി. ദാമോദരൻ, പുറന്തോടത്ത് ഗംഗാധരൻ, പി.പി. രാജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.